കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള മെയിൻ എൻക്വയറിയാണ്, അതായത് നമ്മുടെ വിസ എക്സ്പയർ ആവാൻ പോവാണ്. അപ്പോൾ അടുത്തൊരു വാലിഡ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ അവരുടെ ലീവ് എങ്ങനെ റെഗുലറൈസ് ചെയ്യാൻ പറ്റും, മെയിനായിട്ട് FLR FP സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാലിഡ് ആണോ എന്നൊക്കെയാണ് മെയിൻ എൻക്വയറി വരുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് FLR FP സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ ലീവ് റെഗുലറൈസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ വിസ തീരുന്നതിന് മുന്നേ FLR FP സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സെക്ഷൻ 3C ലീവ്, അതായത് നിങ്ങളുടെ ലീഗാലിറ്റി നിങ്ങളുടെ പ്രീവിയസ് വിസ ഏതാണോ അതുപോലെ കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ FLR FP ആപ്ലിക്കേഷൻ ഡിസിഷൻ വരുന്നതിന് മുമ്പേ നിങ്ങൾ സ്കിൽ വർക്കർ വിസ അല്ലെങ്കിൽ ഏതാണോ വാലിഡ് ആപ്ലിക്കേഷൻ അത് സബ്മിറ്റ് ചെയ്യണം. അത് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ആ സെക്ഷൻ 3C ലീവ് അവിടെ കണക്ട് ആയി വരുള്ളൂ. അതുപോലെ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ ഒരു കാര്യം പറയാം. അത് FLR FP എന്ന് പറയുന്നത് ഫർദർ ലീവ് ടു റിമെയിൻ ബേസ്ഡ് ഓൺ യുവർ സിറ്റുവേഷൻ ആണ്. FLR FP ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതിൽ നിങ്ങൾ അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് FLR FP ബേസ്ഡ് ഓൺ യുവർ പ്രൈവറ്റ് ലൈഫാണ്. ഈ ആപ്ലിക്കേഷന്റെ ഫീസ് എന്ന് പറയുന്നത് ഹോം ഓഫീസ് ഫീസും അതുപോലെ തന്നെ IHS ഫീസും ഇൻക്ലൂഡഡ് ആണ്. ഹോം ഓഫീസ് ഫീസ് എന്ന് പറയുന്നത് £1321, അതുപോലെ IHS എന്ന് പറയുന്നത് £2587 ആയിരിക്കും. FLR FP പെൻഡിങ് ആകുമ്പോൾ നിങ്ങളൊരു വേരിയേഷൻ ആപ്ലിക്കേഷൻ, നിങ്ങളൊരു പ്രോപ്പർ വാലിഡ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ FLR FPയിൽ നിങ്ങൾ പേ ചെയ്ത ഫീസ് മുഴുവൻ നിങ്ങൾക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും. നിങ്ങൾ പേ ചെയ്യുന്ന എമൗണ്ട് ഇറ്റ്സ് ഹ്യൂജ്. സോ അതുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്നും കൂടെ നിങ്ങളുടെ ഫ്യൂച്ചർ ആപ്ലിക്കേഷൻ, നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പല സിനാരിയോയിലും മനസ്സിലാക്കിയിരിക്കുന്നത് വെച്ചാൽ പലരും FLR HRO, EU സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഫീ വേവർ ഒക്കെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന കാണുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതായത് ഹോം ഓഫീസ് ഫീസോ അല്ലെങ്കിൽ IHS ഫീസോ ഇല്ലാത്തൊരു ആപ്ലിക്കേഷൻസ് ആണ് ഫീ വേവർ, FLR HRO അല്ലെങ്കിൽ EU സെറ്റിൽമെന്റ് ആപ്ലിക്കേഷൻസ്. ഇതിനൊക്കെ ഒരുപാട് ആൾക്കാർ വലിയൊരു എമൗണ്ട് ഒക്കെ കൊടുത്തിട്ടാണ് സബ്മിറ്റ് ചെയ്ത് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും നിങ്ങളുടെ പ്രോപ്പർ ആപ്ലിക്കേഷൻ അല്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഒബ്വിയസ്ലി ഫീ വേവർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഫീ വേവർ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഈ പറഞ്ഞ FLR FPയുടെ ഫീ വേവർ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇത് മുന്നേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം റീസെൻ്റ്ലി റൂൾ ചേഞ്ച് വന്ന ശേഷം 11th നവംബറിന് റൂൾ ചേഞ്ച് വന്നു. അതായത് പാർട്ട് സ്യൂട്ടബിലിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു മെയിൻ കാര്യം, നിങ്ങളുടെ പ്രീവിയസ് ആപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും ഫ്രീവെലസ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഫോർജ്ഡ് ആണോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഫോളോയിങ് ആപ്ലിക്കേഷൻ, നിങ്ങൾ ആ സ്കിൽ വർക്കർ വാട്ട് എവർ ആപ്ലിക്കേഷൻ കറൻ്റ്ലി പെൻഡിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ റിഫ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ, എന്തെങ്കിലും ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് us. So before taking any immigration step, take a proper advice. Thank you.